പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അലഖിലെ ആദ്യത്തെ 5 ആയത്ത് നമുക്കറിയാം. ഈ ആയത്തുകളുടെ പ്രത്യേകത അല്ലാഹുവിൻ്റെ റസൂല് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. ദിവസങ്ങളല്ല മാസങ്ങളാണ്. ഹിറാ ഗുഹ കണ്ടാൽ പേടിയാകും, അതിങ്ങനെ താഴെ നിന്ന് നോക്കിയാൽ പേടിയാകും. സുബ്ഹാനല്ലാഹ്, എത്ര അകലത്തിലാണ്, എത്ര ഉയരത്തിലാണ്. വെളിച്ചമില്ലാത്ത, മനുഷ്യരില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ആരുമങ്ങ് പോകാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂല് ആ ഹിറാ ഗുഹയിൽ, ചെറിയൊരു സ്ഥലമല്ലേ ഹിറാ ഗുഹ, അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അല്ലാഹുവിൻ്റെ റസൂല്. ആ സമയത്ത് ആദ്യമായി ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇതാണ്. റസൂലോട് പറഞ്ഞത് വായിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ പറക്കണം. 2 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മക്കൾ പിന്നെയും വിദ്യാലയത്തിൻ്റെ പടവുകൾ ചവിട്ടാൻ പോവുകയാണ്. ഈ സന്ദർഭത്തിൽ കുട്ടികളെ ഉപദേശിക്കാനല്ല, രക്ഷിതാക്കളായ നാം നമ്മുടെ മക്കളുടെ കാര്യത്തിലും നമ്മളുടെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ മിമ്പറിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നുമല്ല, അറിവ് നേടാൻ വേണ്ടിയാണല്ലോ നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്താണ് അറിവ്? എന്തിനാണ് അറിവ്? അറിവ് എങ്ങനെയാണ് നേടേണ്ടത്? അതെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. എല്ലാ വിഷയത്തിലും നമുക്ക് ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. ചില ഹദീസുകൾ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ, വായിക്കുമ്പോൾ അറിവിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഞാൻ ഈ പറയുന്നതിൻ്റെ മലയാളം നിങ്ങളുടെ മനസ്സിലൊന്ന് കോറിയിട്ടാൽ മതി. എത്ര കൃത്യതയിലും വ്യക്തതയിലുമാണ് അള്ളാഹിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുന്നത്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇനി എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? ഇതിലേറെ എങ്ങനെ പറയാൻ കഴിയും? അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. അറിവാണ് ഇസ്ലാമിൻ്റെ ജീവൻ. അറിവില്ലെങ്കിൽ ഇസ്ലാമില്ല. ജീവനില്ലാത്ത മൃതശരീരം എന്നല്ലേ പറഞ്ഞതിൻ്റെ പച്ച മലയാളം? അറിവാണ് ഇസ്ലാം, അറിവാണ് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഒരിക്കൽ റസൂൽ ഇങ്ങനെ പറഞ്ഞു, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. അറിവ് തേടൽ, ത്വലബ് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ആളുകൾക്ക് അതൊരു ഗ്ലാസ്സിലാക്കി ഒരു ജ്യൂസ് പോലെ അടിച്ച് കുടിച്ചാൽ ഞങ്ങൾ തരിയടയും കുടിക്കാൻ റെഡിയാണ് എന്ന കോലത്തിലാണ് ആളുകളുടെ ഇരിപ്പ് പലരുടെയും. യഥാർത്ഥത്തിൽ ത്വലബാണ്. അറബിൽ ത്വാലിബ്, സ്റ്റുഡൻ്റ് എന്ന അറബിൽ ത്വാലിബ് എന്നറിയാം. വിദ്യ അർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ? വിദ്യ പ്ലസ് അർത്ഥനം എന്നാണ്. വിദ്യ അർത്ഥിക്കാണ് വേണ്ടത്, തേടിപ്പിടിക്കണം. എവിടെയാണുള്ളതെങ്കിൽ അത് അന്വേഷിച്ച് നടക്കുന്നവൻക്കാണ് വിദ്യാർത്ഥി എന്ന് പറയാം. ഒരു അറിവ് എവിടെയുണ്ട്, അതിനുവേണ്ടി കിലോമീറ്ററുകൾ സഞ്ചരിക്കുമായിരുന്നു പഴയ ആളുകൾ. അതിനാണ് ത്വാലിബ് എന്ന് പറയുക, സ്റ്റുഡൻ്റ് എന്ന് പറയുക, വിദ്യാർത്ഥി എന്ന് പറയുക. ആ വിദ്യ അർത്ഥിക്കൽ, ത്വലബുൽ ഇൽമ്, വിദ്യ തേടിപ്പിടിക്കൽ, ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് പറഞ്ഞ് നിർത്താതെ വ മുസ്ലിമ. ഇനി പിൽക്കാലത്ത് പെണ്ണുങ്ങളിത് പഠിക്കണോ, സ്ത്രീകൾക്ക് ഇത് ബാധകമാണോ എന്ന ചർച്ച വരാൻ സാധ്യതയുള്ളത് കൊണ്ടാകാം 1400 വർഷങ്ങൾക്കപ്പുറം ഇരുന്നു കൊണ്ട് അള്ളാഹിൻ്റെ റസൂൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ആണും പെണ്ണും പെട്ടു. അങ്ങനെയാണ് പ്രയോഗം. ചിലടത്ത് പുല്ലിംഗ രൂപത്തിൽ ഖുർആൻ മാത്രമല്ല, ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ഈ ഖുർആനിൽ എന്താ ഈ പുരുഷാധിപത്യം, വിശ്വാസികളെ, സത്യവിശ്വാസികളെ എന്ന് എത്ര തവണയാണ് ഖുർആനിൽ, എവിടെയാണ് വിശ്വാസിനികളെ എന്ന് വിളിച്ചത്? വിശ്വാസിനികളെ എന്ന് എത്ര നമ്മൾ ഖുർആൻ വിളിച്ചു? അത് ഖുർആൻ കാണിക്കുന്ന വിവേചനമാണ് എന്നൊക്കെ പറയുന്ന ചില വിവരമില്ലാത്ത ആളുകളുണ്ട്. ഇപ്പം ഞാനിവിടെ നിന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പൽ അദ്ദേഹം നോട്ടീസ് ഇട്ടു. എന്തായിരുന്നു?
അടുത്ത ആഴ്ച ഈ കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും കോളേജിൽ ഹാജരാകണം എന്ന് പറഞ്ഞാൽ അത് വായിച്ച് പെൺകുട്ടികൾ ഇത് നമുക്ക് ബാധകല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? ആ വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരുമാണ്. അപ്പൊ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ത്വലബുൽ ഇൽമി, ഇൽമ് തേടല്, അന്വേഷിച്ച് കണ്ടെത്തൽ ഫരീളത്തുൻ, നിർബന്ധമാണ്, ഫർളാണ്, സുന്നത്താണെന്ന് പോലും അല്ല അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത്. ആർക്ക്? അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും. ഈ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ആര് പെട്ടു? സ്ത്രീയും പുരുഷനും എല്ലാം ഉൾപ്പെട്ടവരാണ് മുസ്ലിം. എന്നിട്ടും റസൂല് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി പിൽക്കാലത്ത് മുസ്ലിം എന്നല്ലേ പറഞ്ഞുള്ളൂ, അതിൽ സ്ത്രീകൾക്ക് ഇല്ല എന്ന് ആരെങ്കിലും ചിന്തിച്ചാലോ വാദിച്ചാലോ അത് വരാതിരിക്കാൻ വേണ്ടി തൊട്ടുടനെ പറഞ്ഞു മുസ്ലിമ. ഓരോ മുസ്ലിം സ്ത്രീക്കും നിർബന്ധമാണ്. എന്ത്? അറിവ് അന്വേഷിച്ച് കണ്ടെത്തൽ. 2 ഹദീസായില്ലേ? മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഉതുലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും, അന്ന് ചൈന വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നും അന്ന് അറേബ്യയിൽ നിന്ന് യാത്ര ചെയ്യാൻ വലിയ പ്രയാസമായിരുന്നു എന്നൊക്കെ നമുക്ക് അന്വേഷിക്കുമ്പോൾ കണ്ടെത്താൻ കഴിയും. അവിടെയാണ് അറിവുള്ളതെങ്കിൽ, ലോകത്തിന്റെ ഏത് കോണിലാണ് വിവരമുള്ളതെങ്കിൽ അറിവിന്റെ ഒരു തുണ്ടുള്ളതെങ്കിൽ അവിടെ പോയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അത് തേടിപ്പിടിക്കണം. അതുകൊണ്ടാണ് പഴയ കാലത്ത് പിന്നെ മുഹിദ്ദീൻ ഷേഖിന്റെ ഒക്കെ ചരിത്രം പറയാറില്ലേ, വളരെ ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉമ്മ അവരെ ഒത്തിരി അകലക്കാണ് ഒരു വലിയ യാത്രാ സംഘത്തോടൊപ്പം പറഞ്ഞു വിടുന്നത്. ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഒരു കാലഘട്ടത്തിലെ ഉജ്ജ്വലനായ ഒരു നവോത്ഥാന നായകനും പരിഷ്കർത്താവുമായ ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിദ്യ തേടിപ്പോകുന്ന യാത്രയിലെ പോകുന്നതിന് മുമ്പ് തന്നെ ഉമ്മ കൊടുക്കുന്ന വലിയൊരു വിദ്യാഭ്യാസമുണ്ട്. ഉമ്മയാണ് ഒരു കുട്ടിയുടെ പ്രാഥമിക വിദ്യാലയം. അൽ ഉമ്മു മദ്രസ എന്നാണ് അറബിയിൽ പറയാറുള്ളത്. ഉമ്മയാണ് മദ്രസ. ഉമ്മയിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഉമ്മയാണ് ബേസിക് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആ ഉമ്മ അതിൻ്റെ അടിസ്ഥാനം ഫൗണ്ടേഷൻ ചെയ്തിട്ട് മകനെ പിന്നെ വിജ്ഞാനത്തിൻ്റെ ആളുകൾ തേടിയുള്ള യാത്രക്ക് പറഞ്ഞയക്കുമ്പോൾ ആ ചരിത്രം കേട്ടില്ലേ, വലിയൊരു കൊള്ളസംഘം അവരെ വളയുന്നു, പിടിക്കുന്നു, അങ്ങനെ വലിയൊരു ചരിത്രം ഉണ്ട് അതിൻ്റെ പിന്നിൽ. ഈ കൊള്ളസംഘം പിടിച്ചു, എല്ലാവരെയും പരിശോധിച്ചു. എല്ലാവരും അവരെ അരയിലും അവരുടെ സഞ്ചിയിലുമൊക്കെ ഉള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവർ മോഷ്ടിച്ചു. അവസാനം ഈ മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ കുട്ടിനോട് ചോദിക്കുന്നുണ്ട്, മോനെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ കൈ ഇങ്ങനെ ഉമ്മത്ര സ്വർണം തന്നിട്ടുണ്ട് എന്ന്. അവർ ഞെട്ടി. ആദ്യമായിട്ട് അങ്ങനെ ഒരു വർത്താനം കേൾക്കുന്നത്. എല്ലാവരും ഒന്നുമില്ല, എന്നെ വിടണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കെഞ്ച എന്നല്ലാതെ ഇത്രയും സത്യസന്ധനായ ഒരു കുട്ടിയോ? അവർ പരിശോധിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണുണ്ട്. അവർ ചോദിച്ചു, മോനെ എന്താണ് മോൻ ഇങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ സത്യം പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോനെ ഒരിക്കലും നുണ പറയരുതെന്ന്. ഉമ്മ കൊടുത്തൊരു അറിവ് നോക്ക്. ആ ഉമ്മ കൊടുത്ത ഒരു ട്രെയിനിങ് ജീവിതത്തിൽ മുഴുവനും കള്ളം പറയരുതെന്ന് ഉമ്മ ചൊന്നാര് കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവാർ. നമ്മൾ കേട്ടില്ലേ, കള്ളം പറയരുതെന്നുമ്മ ചൊന്നാര് കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവാർ. അങ്ങനെ മനോഹരമായി അത് കോർത്തിണക്കി അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്തതും ഇല്ലാത്തതും ചരിത്രത്തിലില്ല. അങ്ങനെയാണല്ലോ, മുഴുവനായിട്ട് പിന്നെ ഇല്ലാത്ത കൊടുത്ത ആരെങ്കിലും സ്വീകരിക്കോ? ചെറിയ ഇടയിൽ കൂടിയൊക്കെ കയറ്റുക. ഒരു ആടിനും പോത്തിനൊക്കെ ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മരുന്ന് കുടിക്കില്ല, ഗുളിക കൊടുക്കണം. അപ്പോൾ പഴം ഇങ്ങനെ പഴത്തിന് ഹോളുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഗുളിക വെച്ചിട്ട് കൊടുക്കും, അപ്പോൾ പഴം തിന്നോളും. എന്ന പോലെ ചില ബിദ്അത്തുകളും ശിർക്കുകളും അന്ധവിശ്വാസങ്ങളും ചരിത്രത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ചില ആളുകൾ കയറ്റിയത്. പക്ഷെ അതിൽ ശരിയുണ്ട്, ഒരുപാട് ശരിയുണ്ട്. ആ ശരിയിൽപ്പെട്ട വസ്തുനിഷ്ഠമായ ഒരു ചരിത്രമാണിത്. കള്ളം പറയരുതെന്നുമ്മ ചൊന്നാല് കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. ആ വലിയൊരു സംഘം തന്നെ, കൊള്ള സംഘം തന്നെ, അവർക്ക് വലിയ പരിവർത്തനമുണ്ടായി. അവര് പശ്ചാത്തപിച്ചു, തൗബ ചെയ്തു, നല്ല മനുഷ്യരായി ജീവിച്ചു. എന്ന് എവിടെ നിന്ന് കിട്ടി? ഉമ്മ നൽകിയ പ്രചോദനമാണ്, ഉമ്മ കൊടുത്ത ട്രെയിനിങ് ആണ്. ഉമ്മമാരാണ് കുട്ടികളെ പാകപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ
അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് അറിവ് തേടണം, അറിവന്വേഷിച്ച് കണ്ടെത്തണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക, ഒരാളങ്ങോട്ട് പുറപ്പെട്ടാൽ, ത്വരീഖൻ, ഒരു വഴിയിൽ ഒരു റൂട്ടിൽ പ്രവേശിച്ച്, എന്തിനാ, യത്ലുബു ഫീഹി ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ, സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അതുവഴി അയാൾക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ അറിയാനും പഠിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും എത്രമേൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മുടെ പൂർവികരായ ആളുകൾ, സഹാബത്ത്, മഹാന്മാരായ സഹാബികളൊക്കെ ആരാണെന്നാ കരുതിയത്? നമ്മുടെ താബിഈങ്ങൾ ആരാണെന്നാ വിചാരിച്ചത്? നമ്മുടെ പൂർവികരായ സലഫുസ് സാലിഹീങ്ങൾ ആരാണെന്നാ കരുതിയത്? അല്ലേ? മുസ്ലിം സ്പെയിൻ നമ്മൾ കേട്ടിട്ടില്ലേ? മുസ്ലിം സ്പെയിൻ എന്ന് പറഞ്ഞാൽ വലിയ വിജ്ഞാന വിവര സാങ്കേതികതയുടെ ഒരു ഈറ്റില്ലമായിരുന്നു ഒരു കാലത്ത്. ലോകത്തിന് ശാസ്ത്രീയ രംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും വലിയ സംഭാവനകൾ നൽകിയവരാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. ഇപ്പൊ നമുക്ക് അതിങ്ങനെ പറഞ്ഞിരിക്കാനേ കഴിയുന്നുള്ളൂ. വലിയ അളവിൽ പുറകോട്ട് പോയി. അതുകൊണ്ട് നമുക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിയും. നമ്മുടെ കുട്ടികളിലൂടെ, പുതിയ തലമുറകളിലൂടെ നമുക്ക് നമ്മുടെ പഴയ ഇസ്സത്ത്, നമ്മുടെ പ്രതാപം, നമ്മുടെ അന്തസ് വീണ്ടെടുക്കാൻ കഴിയും. അതുകൊണ്ട് വലിയ അങ്ങനെ വാത്തു വരാതെ പ്രസംഗിച്ചിട്ട് കാര്യമില്ലല്ലോ. പ്രായോഗികമായ എന്തെങ്കിലും പറയാനല്ലേ നല്ലത്. അറിയണം, പഠിക്കണം, വായിക്കണം. വായിക്കാൻ നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ എന്താ? അതൊരു മതഗ്രന്ഥം എന്നാ ചിലർ വിചാരിച്ചത്. അത് നിസ്കരിക്കാൻ പറയുന്ന ഒരു ഗ്രന്ഥം, അത് ചില ആരാധനാ കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. നമ്മളിപ്പോൾ ഒരു LKG മുതൽ ഒരു PG വരെ പഠിക്കണം എന്ന് വിചാരിക്കുക. എത്ര പുസ്തകം ആ കുട്ടി വായിച്ചിട്ടുണ്ടാകണം? എത്ര നോട്ട്സ് ആ കുട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവണം? എത്ര പഠിച്ചുണ്ടാക്കിയിട്ടും ആ കുട്ടിക്ക് തൻ്റെ കൂടെയുള്ളവരെ തല്ലാൻ പാടില്ല, ചതിക്കാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടില്ലെങ്കിൽ, സ്വന്തം കുഞ്ഞിനെ 9-10 മാസം ഗർഭം ചുമന്ന കുഞ്ഞിനെ ഹോസ്പിറ്റലിന്റെ ബാത്റൂമിൽ പ്രസവിച്ചിട്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, ഡിഗ്രി ഇല്ലാത്തവരൊന്നുമല്ല. ICUവിലെത്തിയ രോഗിയെ അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ വിവരമില്ലാഞ്ഞിട്ടാണോ? തൻ്റെ മുന്നിൽ വിദ്യ തേടി വരുന്ന കുട്ടികളോട് മോശമായി പെരുമാറുന്ന അധ്യാപകരും ഉസ്താദുമാരും ഇതെൻ്റെ കുട്ടിയാണെന്നും എൻ്റെ വിദ്യാർത്ഥിയാണെന്നും എന്നുള്ള തിരിച്ചറിവില്ലാത്തവൻ അവർ നേടിയത് എന്തറിവാണ്? അപ്പൊ ഉസ്താദാകട്ടെ, അധ്യാപകനാകട്ടെ, ഡോക്ടറാകട്ടെ, ആരുമാകട്ടെ, എന്താണ് വിദ്യ? ഖുർആൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞെന്താ അറിയോ? പരിശുദ്ധ ഖുർആൻ ഏറ്റവും ആദ്യം പറഞ്ഞത് വായിക്കണമെന്നാണ്. ഇതൊന്നും അറിയാണ്ടെന്നല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? കുറെ സിലബസ് പഠിച്ചു തീർക്കുന്നുണ്ട്, പക്ഷെ വായനയില്ല. വായന നഷ്ടപ്പെട്ടതിന്റെ ദുരന്തമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ ആദ്യം പറഞ്ഞ വാക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എന്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത? പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അലഖിലെ ആദ്യത്തെ 5 ആയത്ത് നമുക്കറിയാം. ഈ ആയത്തുകളുടെ പ്രത്യേകത, അള്ളാഹുവിന്റെ റസൂല് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. ദിവസങ്ങളല്ല, മാസങ്ങളാണ്. ഹിറാ ഗുഹ കണ്ടാൽ പേടിയാകും, അതിങ്ങനെ താഴെ നിന്ന് നോക്കിയാൽ പേടിയാകും. സുബ്ഹാനല്ലാഹ്, എത്ര അകലത്തിലാണ്, എത്ര ഉയരത്തിലാണ്. വെളിച്ചമില്ലാത്ത, മനുഷ്യരില്ലാത്ത ഒരു കാലഘട്ടത്തിൽ, ആരുമങ്ങ് പോകാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂല് ആ ഹിറാ ഗുഹയിൽ, ചെറിയൊരു സ്ഥലമല്ലേ ഹിറാ ഗുഹ, അതിൻ്റെ ഉള്ളിലിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂല്. ആ സമയത്ത് ആദ്യമായി ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇതാണ്. റസൂലോട് പറഞ്ഞത് വായിക്കുക. അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞു ഇഖ്റ, വായിക്കൂ. അപ്പൊ വായിക്കൂ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? അപ്പൊ ഒരു സാധനം ഇങ്ങനെ, ഒരു ഫലകത്തിൽ എഴുതിയൊരു സാധനം ഇങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാ തഫ്സീറിൽ. അതിങ്ങനെ കാണിച്ചിട്ട് വായിക്ക് നബിയെ എന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു മാ നബിക്കാര്യ, ഐ ഡോ നോ, അറിയില്ല, വായിക്കാൻ അറിയില്ലല്ലോ റസൂലിന്, നിരക്ഷരനല്ലേ, ഉമ്മിയല്ലേ,
അക്ഷരജ്ഞാനം. അതെന്തുകൊണ്ട് റസൂൽ വായിക്കാനും അറിയാത്ത ആളായി എന്നുള്ളത് പഠിക്കുമ്പോഴാണ് അത് നമുക്ക് അതിൻ്റെ ഒരു മഹത്വം നമുക്ക് വേറെ മനസ്സിലാക്കുക. അതിന് പിന്നിൽ കുറെ ലോജിക്കുണ്ട്. എന്തായാലും എഴുതാൻ അറിയില്ല എന്നുള്ളത് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. വായിക്കാൻ അറിയില്ല, നിരക്ഷരനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ല. ഒരു വട്ടമല്ല, 2 വട്ടം 3 വട്ടവും പറഞ്ഞു വായിക്കാൻ അറിയില്ല എന്ന് പിന്നെയും ആവർത്തിച്ചു. ജിബ്രീൽ ഒന്നിങ്ങനെ അണച്ചു പിടിച്ചു, റസൂലിനെ ചേർത്ത് പിടിച്ച് കൊടഞ്ഞു വിട്ടു. എന്നിട്ട് ജിബ്രീൽ വായിച്ചു കൊടുത്തു, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. അങ്ങനെ ഹിറാ ഗുഹയിൽ ആദ്യമായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിലെ 5 വചനങ്ങൾ, ആയത്തുകൾ ഇതാണ്. അതിലെന്താ പറഞ്ഞത്? ഇഖ്റ എന്നാണ് ഏറ്റവും ആദ്യത്തെ വാക്ക്. നിസ്കരിക്കൂ എന്നല്ല, നോമ്പനുഷ്ഠിക്കൂ എന്നല്ല, ഹജ്ജ് ചെയ്യൂ എന്നല്ല. പരിശുദ്ധ ഖുർആൻ ലോകത്തോട് ഏറ്റവും ആദ്യം പറഞ്ഞത് ഇഖ്റ, പ്രവാചകരെ അങ്ങ് വായിക്കുക. ഞാനും നിങ്ങളിത് വായിക്കുമ്പോൾ എന്നോടാണ് പറയുന്നത് വായിക്കുക. ഞാൻ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, എന്നോടല്ല പറയുന്നു വായിക്കുക. എന്ത് വായിക്കാനാ പറഞ്ഞത്? എന്ത് വായിക്കണം എന്ന് പറഞ്ഞില്ല, ഇവിടെ പറഞ്ഞില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എന്തും വായിക്കാമെന്നാണല്ലോ. ഇഖ്റഇൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ല. നീ ഖുർആൻ വായിക്കൂ എന്നല്ല പറഞ്ഞത്. ഇഖ്റ അത് പറഞ്ഞു നിർത്തി, നീ വായിക്കുക. എന്ത് വായിക്കാനാ? എന്ത് വായിക്കണമെന്ന് പറയാതെ വായിക്കൂ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞു. ആരെ സൃഷ്ടിച്ച അത് പറഞ്ഞില്ല. ഖലഖ എന്ന് പറഞ്ഞല്ലോ, സൃഷ്ടിച്ച. നിന്നെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞില്ല. നിന്നെ മാത്രമല്ലല്ലോ, ഈ പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ നാമത്തിലാകണം വായിക്കൽ, അഥവാ ബിസ്മി കൊണ്ട് തുടങ്ങണം. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നല്ലത് വായിക്കണം. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നല്ലത് വായിക്കണമെന്ന് മനസ്സിലായി. അശ്ലീലമായതൊന്നും വായിക്കാൻ പാടില്ല, ചീത്തയായതൊന്നും വായിക്കാൻ പാടില്ല, വൃത്തികേടുകളൊന്നും വായിക്കാൻ പാടില്ല. നല്ലത് വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്നിട്ട് ഖുർആൻ പറഞ്ഞു, മനുഷ്യനെ അവൻ അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. അപ്പൊ വായന അങ്ങനെ പോട്ടെ. എങ്ങനെ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാകട്ടെ ആദ്യത്തെ പഠനം. നീ ആരാണ്, ഞാൻ ആരാണെന്ന് വായിക്കൂ, പഠിക്കൂ. കേവലം ഒരു നുതുഫത്തായിരുന്നില്ലേ, അല്ലെ? ഒരു ബീജക്കണമായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. എടോ മനുഷ്യ, നിനക്കൊരു കാലം കഴിഞ്ഞു പോയില്ലേ, അന്ന് നീ ഒന്നും ആയിരുന്നില്ല. നീ ഇന്ന നാട്ടിലെ, ആലത്തൂരിലെ, ഇന്ന തറവാട്ടിലെ ഇന്നാടെ മകൻ. ഇപ്പൊ നീ ഇന്ന ആള്, ഇന്ന മൗലവി, ഇന്ന ഡോക്ടർ, ഇന്ന അധ്യാപകൻ, ഇന്ന വക്കീല് എന്നൊക്കെ നിനക്കൊരു അഡ്രസ് ഇല്ലേ? അന്ന് നീ ആരുമല്ല. ശൈഅൻ മദ്കൂറ. പിന്നെ അംഷാജിൻ നബ്തലി മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലി, കേവല ഇന്ദ്രിയ തുള്ളിയിലും സൃഷ്ടിച്ചില്ലേ. അതുകൊണ്ട് അങ്ങനെ പോകട്ടെ അന്വേഷണം, പഠനം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ അവൻ അലഖിൽ നിന്ന് സൃഷ്ടിച്ചു. വാട്ട് ഈസ് അലഖ്? എന്താണ് അലഖ്? അലഖ് എന്ന് പറഞ്ഞാൽ, അലഖ് എന്ന് പറഞ്ഞാൽ ഭ്രൂണം. അലഖ് എന്ന് പറഞ്ഞാൽ അട്ടയെ അറബിയിൽ അലഖ് എന്ന് പറയും. അട്ടയില്ലേ, അതിന് അലഖ് എന്ന് പറയും. രക്തക്കട്ടയെ അറബിയിൽ അലഖ് എന്ന് പറയും. ഒട്ടിപ്പിടിക്കുന്ന സാധനത്തിനും അറബിയിൽ അലഖ് എന്ന് പറയും. പണ്ഡിതന്മാർ പറഞ്ഞു, അട്ടയെപ്പോലെ ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയാകുന്ന ഭ്രൂണത്തിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. മനുഷ്യന്റെ ഒരു ഘട്ടമാണ്. അതിന് മുമ്പ് നുത്ഫത്ത്. എന്തുകൊണ്ട് ഇവിടെ നുത്ഫത്ത് പറയാതെ ആദ്യം മലക്കത്തിലേക്ക് പോയി? ഇതൊക്കെ പഠിക്കൂ, വായിക്കൂ. അത്ഭുതമാണ്, വലിയൊരു സയൻസാണ്. ഈ ആയത്തുകൾ മാത്രം വായിച്ചുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഷാദ്വലി തീരത്തേക്ക് കടന്നു വന്ന ധാരാളം ഡോക്ടർമാരുണ്ട്. യൂറോപ്പിൽ, അമേരിക്കയിൽ ഒത്തിരി ഡോക്ടർമാർ. എന്താണ് ഈ പറയുന്നത്? ഇത് അത്ഭുതമല്ലേ? വായിക്കാൻ അറിയാത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മനുഷ്യന്റെ വയറ്റിൽ, ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള മനുഷ്യന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. അല്ലാഹു റസൂൽ പറഞ്ഞു, ആദ്യം നുതുഫത്തായിരിക്കും 40 ദിവസം. ഞാനും നിങ്ങളൊക്കെ 40 ദിവസം ഉമ്മയുടെ പള്ളയിൽ ബീജമായിട്ടാണ് നിന്നത്. പിന്നെ 40 ദിവസം നമ്മൾ അലക്കത്തായി. അലക്കത്ത് നിന്ന് ഭ്രൂണ, ഇങ്ങനെ വയറിൻ്റെ സൈഡിൽ ഡോക്ടർമാർക്കല്ലേ കൃത്യമായിട്ട് അറിയുള്ളൂ. ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന, അട്ട പോലെ ഒട്ടിപ്പിടിക്കുന്ന രക്തക്കട്ടയാണ് എന്ന ആഴവും പരപ്പുമുള്ള ഒരു പ്രയോഗമാണ് ഖുർആൻ നടത്തിയത്. അലക്കത്ത്, ആ അലക്കത്തും കഴിഞ്ഞു മനുഷ്യൻ. പിന്നെ അത് മുളകത്ത്, പിന്നെ അടുത്ത 40 ദിവസം അതൊരു മാംസകഷ്ണമാവുകയാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വെച്ച് പഠിച്ചു. നമ്മളിത് അറിഞ്ഞില്ല, നമ്മൾ വായിച്ചില്ല, നമ്മൾ പഠിച്ചില്ല. നമ്മൾ പരമ്പരാഗതമായി മുസ്ലിം കുടുംബത്തിലാണ്.
അതുകൊണ്ട് നമുക്കിതൊന്നും അറിയേണ്ടതില്ല എന്ന ഭാവത്തിലായി പലരും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഖലഖൽ ഇൻസാന മിൻ അലഖ്, പിന്നെയും പറഞ്ഞു ഇഖ്റ. അതുകൊണ്ട് വായിക്കുക. തുടക്കത്തിലും പറഞ്ഞു, ഇത് പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു ഇഖ്റ, രണ്ടു വട്ടമായി വായിക്കുക. വറബ്ബുക്കൽ അക്രം, നിന്റെ റബ്ബ്. വായിക്കുക എന്നിട്ട് പിന്നെന്താ പറയുന്നത് ചിന്തിക്കണം കേട്ടോ. വറബ്ബുക്കൽ അക്രം, നിന്റെ റബ്ബ് അക്രമാണ്, വാരിക്കോരി തരുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞു വായിച്ചാൽ വാരിക്കോരി തരും പടച്ചോന്. വായിക്കൂ, നമ്മൾ വായിക്കുന്നില്ല. നമ്മൾ നോക്ക്, അരമണിക്കൂർ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ മൊബൈൽ ഇങ്ങനെ തോണ്ടിയിരുന്നാൽ അരമണിക്കൂർ ഇരുന്നു സങ്കല്പിക്കുക. കുറച്ചെങ്കിലും മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് അത് കഴിഞ്ഞാൽ തോന്നുന്നു സമയം പോയി, അത് വേണ്ടായിരുന്നു എന്ന് തോന്നും. നിങ്ങൾ അരമണിക്കൂറല്ല, അര ദിവസം തുടർച്ചയായി വായിച്ചാലും അത് വേണ്ടായിരുന്നു, എൻ്റെ സമയം നഷ്ടപ്പെട്ടെന്ന് ഒരാൾക്കും തോന്നൂല. അതാണ് വായനയും മൊബൈലും തമ്മിലുള്ള ഒരു വ്യത്യാസം. മൊബൈൽ വേണം. ഞാൻ മൊബൈലിൻ്റെ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കുട്ടികളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് വൈകാതെ തന്നെ പറയാം. നമ്മൾ വായിക്കണം, നമ്മൾ പഠിക്കണം. ആര്? രക്ഷിതാക്കൾ പഠിക്കണം. രക്ഷിതാക്കൾ ഞാൻ എവിടേക്ക് വായിക്കാനാ, എവിടേക്ക് പഠിക്കാനാ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, നമ്മൾ വായിക്കണം. വായിച്ചാൽ പടച്ചവൻ ഇങ്ങനെ വാരിക്കോരി തരും. വറബ്ബുക്കൽ അക്രം, നിന്റെ റബ്ബ് അക്രമാണ്. അക്രം എന്ന് പറഞ്ഞാൽ വല്ലാതെ ഔദാര്യം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ വായിക്കുക. നമുക്കൊക്കെ വായിക്കാൻ ആഗ്രഹമുണ്ട്. വായിക്കുമ്പോൾ എന്താ, നമ്മുടെ ബ്രെയിൻ 10% പോലും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളില്ലേ, അത്യാവശ്യം പഠനം കാര്യങ്ങളൊക്കെ ഉള്ള അവരുടെ തലച്ചോറ് പോലും 10% പ്രവർത്തിക്കുന്നില്ല എന്നാ. ഒരു 40% നമ്മുടെ നമുക്ക് ഒരു എന്താ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി ആരാണെന്നറിയോ? നമ്മുടെ പവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല, ശരിക്കും പഠിക്കുന്നില്ല, കാര്യങ്ങൾ ആലോചിക്കുന്നില്ല. നമ്മൾ മയങ്ങാണ്, നമ്മൾ തൂങ്ങാണ്, നമ്മൾ അലസതയിലാണ്, വല്ലാത്ത മടിയാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ നിരന്തരമായ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ റസൂൽ വല്ലാതെ പ്രാർത്ഥിക്കാറുണ്ട്. അത് ഒരു പ്രാർത്ഥന എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ അജ്സിൽ നിന്നും കസലിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് രണ്ടും എനിക്ക് വേണ്ട, എനിക്കിത് രണ്ടും വരാൻ പാടില്ല. അജ്സും കസലും മടിയാണ്. കസലാണ് മടി. ഈ മടി എന്ന് പറഞ്ഞ രോഗമുള്ളവരാണ് എല്ലാ മനുഷ്യരും. ആ മടിയെ എന്ന് തോൽപ്പിച്ചോ അന്ന് നമ്മൾ വിജയിച്ചു. റസൂല് പോലും ദുആ ചെയ്യാറ്, നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലേ, പക്ഷെ മടി. രാവിലെ എഴുന്നേൽക്കണം, ഒന്ന് വർക്കൗട്ട് ചെയ്യണം, ഒന്ന് നടക്കണം, ജിമ്മിലൊക്കെ ഒന്ന് പോകണം, ഒരാഴ്ചയൊക്കെ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ മടി. ഒരു പുസ്തകമൊക്കെ എടുക്കണം, വായിക്കണം, കുറച്ച് ദിവസമൊക്കെ 2 ദിവസമൊക്കെ വായിക്കും, പിന്നെ മടി. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഒന്ന് ദുആ ചെയ്ത് നോക്കും. സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയത് കൊണ്ട് പറയാം, പടച്ചോനേക്ക് മടി, ഇന്ന് എനിക്ക് ഒരിക്കലും മടി തരരുത്. റസൂല് പോലും ദുആ ചെയ്തിരുന്നു. ഈ മടിയും അജ്സും തമ്മിലുള്ള വ്യത്യാസം, മടി എന്ന് പറഞ്ഞാൽ ശരീരമൊക്കെ, പക്ഷെ മനസ്സ് വഴങ്ങണില്ല. അതിനാണ് കെസിൽ എന്ന് പറയാം. ശരീരമൊക്കെ നമുക്ക് ഓക്കെയാണ്, എഴുന്നേൽക്കാൻ കഴിയും, ചെയ്യാൻ കഴിയും, പക്ഷെ മനസ്സിന് സാധിക്കുന്നില്ല. ഇനിയൊരു സമയം വരും, മനസ്സിലൊരുപാട് പൂതിയുണ്ടാകും, മനസ്സിലൊരുപാട് ആഗ്രഹമുണ്ടാകും, മനസ്സൊക്കെയാണ്, പക്ഷെ ശരീരം കൊണ്ട് പറ്റുന്നില്ല. അജ്സ് എന്ന് പറയാ, അശക്തത. ഇത് രണ്ടും റബ്ബേ ജീവിക്കുന്ന കാലത്തോളം, ഞാനൊക്കെ ഇവിടെ ജീവിച്ചു, അതിൻ്റെ ഒരടയാളം ബാക്കി വെച്ചിട്ട് വേണം നമുക്കൊക്കെ തിരിച്ചു പോകാൻ. ഇങ്ങനെ ഒരാൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലുണ്ടായിരുന്നു. അയാൾ ജീവിച്ചതിൻ്റെ അടയാളം ഇവിടെ ബാക്കി വെക്കണം. നമ്മൾ ഒരു മരമെങ്കിലും നട്ടിട്ട്, ഇത് ഇന്ന വ്യക്തി നട്ട മരമാണ്, ഈ വടവൃക്ഷം ഇന്ന ഹാജിയാര് ഇന്ന മനുഷ്യൻ നട്ടതാണ്, ഹൈവേയില് റോഡ് സൈഡില്. ആ മരം അവിടെ നിൽക്കുന്ന കാലത്തോളം അതിൽ നിന്ന് പക്ഷി പർവ്വതാനികൾ കൊത്തി തിന്നും. ആളുകൾ പറയും ഇന്ന മനുഷ്യൻ നട്ട മരം. ഒരു മരമെങ്കിലും നടാൻ സാധിക്കാത്ത ആളുകൾ എന്ത് സംഭാവനയാണ് ലോകത്തിന് നൽകിയത്? ഭാരമല്ലാതെ എന്ത് നൽകി? പ്രിയമുള്ളവരെ, നമ്മൾ അടയാളപ്പെടുത്തണം. നമ്മൾ കുറച്ച് ഇപ്പം ഈ കൊട ഉണ്ടല്ലോ, കൊട, മഴ വരുമ്പോൾ വെയിലത്തൊക്കെ പിടിക്കുന്ന കൊട, ഈ കൊട പിടിക്കുമ്പോഴേ കൊട വെയിൽ കൊള്ളണം, കൊട മഴ കൊള്ളുകയാണ്. ആർക്ക് വേണ്ടി? ഈ കൊട പിടിച്ചവന് വേണ്ടി. നമ്മൾ കുറച്ച് വെയിൽ കൊള്ളണം, നമ്മൾ കുറച്ച് മഴ കൊള്ളണം. ആർക്ക് വേണ്ടി? അടുത്തൊരു തലമുറക്ക് വേണ്ടി. മരമില്ലേ, മരത്തിന്റെ ചുവട്ടിൽ നമ്മൾ ഒരുപക്ഷെ ചെറിയ മഴക്കൊക്കെ ഓടിക്കയറും. നല്ല വെയിലുള്ളപ്പോഴും ആ മരത്തിന്റെ തണലിലൊന്ന് നിൽക്കും. എന്നാൽ ആ മഴ വെയിൽ കൊള്ളുകയാണ്, ആ മരം വെയിൽ കൊള്ളുകയാണ്. ആ
മടകൊള്ളുകയാണ്. അത് ഏറ്റെടുക്കുകയാണ്. നമ്മൾ ഏറ്റെടുക്കണം. നമ്മുടെ പവർ, നമ്മുടെ കഴിവ് നമ്മൾ തിരിച്ചറിയണം. ഈ ഇരിക്കുന്ന ആളുകളൊക്കെ കഴിവില്ലാതെ ഒരാളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവർക്കും ഇത് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുള്ളതാണ് മടി. അപ്പൊ ശരീരം മനസ്സും ഒക്കെയാണ്, പക്ഷെ ശരീരം കൊണ്ട് പറ്റുന്നില്ല. ടിപ്പു സുൽത്താൻ പറയുന്നുണ്ട്, പിന്നെ 2 കൊല്ലം ഒരു പട്ടിയായി ആർക്കും ഉപകാരമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം 2 ദിവസം ഒരു പുലിക്കുട്ടിയായി അല്ലെങ്കിൽ ഒരു സിംഹക്കുട്ടിയായി ജീവിക്കലാണ്. ജീവിച്ചു എന്നുള്ളത് ഇവിടെ കാണണം. നമ്മൾ ജീവിച്ചു. അതിനുള്ള ശേഷിയും കഴിവും എല്ലാം നൽകിയിട്ടാണ് മനുഷ്യനെ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. അത് നേടണോ? അതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് പരിശുദ്ധ ഖുർആൻ ഏറ്റവും ആദ്യം പറഞ്ഞ് വായിക്കുക എന്നുള്ളതാണ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അവസാനിപ്പിക്കുകയാണ്. പിന്നെ അല്ലദി അല്ലമ ബിൽ ഖലം അതുകൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. അല്ലദി അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചു. പേന വേണം നമ്മുടെ കയ്യില്. യാത്രയിൽ പേന വേണം. നമ്മുടെ കയ്യിൽ വിരൽ തുമ്പ് തോണ്ടാൻ മാത്രം പോരാ, പേന വേണം. പേനയിൽ വലിയൊരു സയൻസ് ഒക്കെ പറയുന്നുണ്ട്. എഴുത്തും വായനയും പേന കൊണ്ട് നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ ഉടനെ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങൾ എഴുതണം. എഴുതിയും പഠിച്ചും വായിച്ചും നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ പിന്നെ ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ രക്ഷിതാക്കൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇനിയുണ്ട്. അതായത് നമ്മുടെ മക്കളെ പിന്നെ ഗൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം വേണം. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഇനി വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങണം എന്നല്ല പറയുന്നത്. ഉള്ള സർട്ടിഫിക്കറ്റൊക്കെ മതി. പക്ഷേ കാലത്തിൻ്റെ പോക്ക്, കാലത്തിൻ്റെ ചലനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള വല്യപ്പമാരാകണം, വല്യമ്മമാരാകണം. അവർക്കൊക്കെ ചിലപ്പോൾ തോന്നുന്നു അവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം. കാരണം കുട്ടികളൊക്കെ വല്യപ്പാടേയും വല്യമ്മാടേയും കൂടെയാണ്. അവരിൽ നിന്നാണ് പലതും കുട്ടികൾ പഠിച്ചെടുക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഓരോ ഉമ്മയും ഉപ്പയും നേരെ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നാളെ പടച്ച റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. എന്ന് മാത്രമല്ല, പടച്ചോന്റെ കോടതിയിൽ അനങ്ങാ പോലും മക്കൾ വിടൂല. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. നിങ്ങൾ എന്നെ അല്ലേ ഈ കോലത്തിലാക്കിയത്? നിങ്ങൾ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചില്ലേ? എന്നാൽ ഈമാനിനെ കുറിച്ച്, പടച്ചോനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച് നിങ്ങൾ എന്നെ വല്ലതും പഠിപ്പിച്ചോ? നിങ്ങൾക്ക് കുറേ കാശുണ്ടാക്കണം. ആ കാശുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ ഒത്തിരി പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കും പടച്ചോൻ പറയല്ലോ. ഈ കുട്ടികളെ പിടിച്ചു വെക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. റഹ്മാനായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വായിക്കാനും നമ്മുടെ കഴിവും നമ്മുടെ കപ്പാസിറ്റിയും തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല കരുത്തുള്ള, വൈജ്ഞാനിക ശേഷിയുള്ള, ഹെൽത്തി ആയിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ആളുകളായി മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.